2018 റിലീസായ അമേരിക്കൻ സസ്പെൻസ് ത്രില്ലർ ഹൊറർ ചിത്രമാണ് എ ക്വയറ്റ് പ്ലേസ്. പോസ്റ്റ് അപ്പോകലിപ്റ്റിക് വേൾഡിലാണ് കഥ നടക്കുന്നത്. അപാര കേൾവിശക്തിയുള്ളതും എന്നാൽ ഒട്ടും തന്നെ കാഴ്ചശക്തി ഇല്ലാത്തതുമായ ഒരു കൂട്ടം ജീവികളുടെ ആക്രമണത്തിൽ ഭൂരിഭാഗം മനുഷ്യരും മരണപ്പെട്ടു. അതിൽ നിന്നും സർവൈവ് ചെയ്ത ഒരു കുടുംബത്തിൻ്റെ കഥയിലൂടെയാണ് സിനിമ പറയുന്നത്. കഥയിലേക്ക് പോവുകയാണെങ്കിൽ, ശബ്ദമുണ്ടാക്കുന്ന എന്തിനേയും ആക്രമിക്കുന്ന ഹൈപ്പോ സെൻസിറ്റീവ് ശ്രവണശേഷിയുള്ള അന്ധരായ ജീവികൾ ഭൂമിയുടെ ഭൂരിഭാഗം മനുഷ്യ ജനസംഖ്യയെയും നശിപ്പിച്ചു. അവയ്ക്ക് വെടിയുണ്ടകളിൽ നിന്നും സ്ഫോടക വസ്തുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഒരു ഷീൽഡ് ബോഡിയിൽ തന്നെ ഉണ്ട്. അവശേഷിക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഭാര്യയായ എവ്ലിൻ, ഭർത്താവ് ലീ, ബദിരയായ മകൾ റീഗൻ, ആൺമക്കളായ മാർക്കസും ബ്യൂവും. വിജനമായൊരു പട്ടണത്തിലൂടെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായി ഇവർ നടക്കുകയാണ്. ഒരു ഷോപ്പിംഗ് മാളിലെത്തി നിശബ്ദമായി സാധനങ്ങളെല്ലാം ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നു. ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്. ആംഗ്യ ഭാഷയിലാണ് പരസ്പരം കമ്മ്യൂണിക്കേഷൻ. 4 വയസ്സുള്ള ബ്യൂ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാട്ടത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പക്ഷേ ശബ്ദം കാരണം ലീ അത് എടുത്തു കളയുന്നു. എന്നാൽ അത് റീഗൻ കളിപ്പാട്ടം ബ്യൂവിന് തന്നെ തിരിച്ചു നൽകുന്നു. അതിൽ നിന്നും അവരുടെ അച്ഛൻ എടുത്തു മാറ്റിയ ബാറ്ററികളും അവർ എടുക്കുന്നു. അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആരും ശബ്ദം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ബ്യൂ കളിപ്പാട്ടം ഓണാക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അവനിൽ നിന്നും കുറച്ച് ദൂരെയാണ്. എല്ലാവരും പേടിക്കുന്നു ഈ സൗണ്ട് കേട്ടിട്ട്. ലീ അവനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടുന്നു. പക്ഷേ ലീ എത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരു ജീവി വന്ന് അവനെയും കൊണ്ടുപോവുകയാണ്. ഈ ജീവികളുടെ ആക്രമണം കാരണമാണ് ഭൂമിയിലെ ഭൂരിഭാഗം ആളുകളും ഇല്ലാതായതും. കേൾവിശക്തി കൂടുതലും കാഴ്ചശക്തി ഇല്ലാത്തതുമായ ജീവികളാണ് ഇവ. ഈ സംഭവത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞു. റീഗൻ സഹോദരൻ്റെ മരണത്തിൽ കുറ്റബോധത്തിലാണ്. അവളാണല്ലോ ആ കളിപ്പാട്ട് അവന് തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവളുടെ വിചാരം അവളാണ് അവൻ്റെ മരണത്തിന് കാരണം. അതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലിയുള്ള ബാക്കിയുള്ളവർക്ക് അവളോട് ഇഷ്ടമില്ല എന്നുള്ളൊരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ട്. എവ്ലിൻ ഗർഭത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടാതെ പുറം ലോകവുമായി റേഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടാകുന്നില്ല. കേൾവിശക്തി റീസ്റ്റോർ ചെയ്യുന്നതിനായി റീഗൻ്റെ കോക്ലിയർ ഇംപ്ലാന്റ് സ്കാവഞ്ചഡ് മിനിയേച്ചർ ആംപ്ലിഫയറുകൾ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യാൻ ലീ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയും ഉപകരണങ്ങൾ ഫലപ്രദമായി വർക്ക് ചെയ്യുന്നില്ല. പിന്നീട് മത്സ്യബന്ധനം എങ്ങനെ നടത്താമെന്ന് പഠിപ്പിക്കാൻ ലീ ഒരു വലിയ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് മാർക്കസിനെ കൊണ്ടുപോകുന്നു. അതേസമയം റീഗൻ ബ്യൂവിൻ്റെ സ്മാരകം സന്ദർശിക്കാൻ അമ്മയെ തനിച്ചാക്കി പോകുന്നു. ഉച്ചത്തിലുള്ളതും സ്ഥിരവുമായ ശബ്ദങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ജീവികളിൽ നിന്ന് അവർ സുരക്ഷിതരാണെന്ന് ലീ മാർക്കസിന് വിശദീകരിച്ചു കൊടുക്കുന്നു. കാരണം വലിയ ശബ്ദങ്ങൾ അവരുടെ ശബ്ദങ്ങളെ മറയ്ക്കുകയും ആ ജീവികളുടെ ആകർഷണത്തെ തടയാനും കാരണമാകും. ബ്യൂവിൻ്റെ മരണത്തിൽ റീഗൻ സ്വയം കുറ്റപ്പെടുത്തുന്നുവെന്നും താൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുവെന്ന് അവളോട് പറയണമെന്നും മാർക്കസ് അച്ഛനോട് നിർദ്ദേശിക്കുകയാണ്. വീട്ടിൽ തനിച്ചായ എവ്ലിൻ പ്രസവവേദന അനുഭവിക്കുന്നു. ഇതേ സമയം അവൾ അവരുടെ ബേസ്മെൻറ്റിലേക്ക് പോകാൻ പോകുമ്പോൾ സ്റ്റെപ്പിൽ കൂർത്തിരുന്ന ഒരു ആണിയിൽ അവളുടെ വലതുകാൽ പതിക്കുകയും ആ വേദനയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ഫ്രെയിം താഴെ ഇടുകയും ചെയ്യുന്നു. ഈ ഗ്ലാസ് ഫ്രെയിം വീണ് പൊട്ടുന്ന സൗണ്ട് കേട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് എത്തുന്നു. എവ്ലിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ വീടിന് പുറത്തുള്ള ലൈറ്റുകൾ മുഴുവൻ ചുവപ്പ് നിറമായി. ബാക്കിയുള്ളവർക്ക് അപകട സൂചന നൽകാൻ വേണ്ടിയാണ് എവ്ലിൻ ഇത് ചെയ്തത്. പ്രസവ വേദന കൊണ്ട് അവൾ തളരുന്ന സമയത്ത് ജീവി അവളുടെ അടുത്തേക്ക് എത്തുന്നു. എന്നാലും അവൾ വേദന സഹിച്ച് ശബ്ദമുണ്ടാക്കാതെ കിടക്കുകയാണ്. ഡെലിവറി സമയത്തും ശബ്ദമുണ്ടാക്കാതെ തന്നെ അവൾ വേദനകളെല്ലാം സഹിക്കുകയാണ്. ഫാമിലെത്തി ലൈറ്റുകൾ കണ്ട ലീ ഈ ജീവിയെ വഴിതിരിച്ചു വിടാൻ പടക്കങ്ങൾ കത്തിക്കാൻ മാർക്കസിനോട് പറയുന്നു. നവജാതനായ മകനോടൊപ്പം എവ്ലിൻ കുളിമുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. ലീ അവിടെ എത്തി അവളെ കണ്ടുപിടിച്ചു. ലീയും എവ്ലിനും അവരുടെ സൗണ്ട് പ്രൂഫായ ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. എവ്ലിനെ അവിടെ ആക്കിയ ശേഷം മറ്റു കുട്ടികളായ മാർക്കസിനെയും റീഗനെയും കണ്ടുപിടിക്കാൻ ലീ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. താൻ അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് എവ്ലിന് വാക്കുകൊടുത്തുകൊണ്ടാണ് ലീ അവിടെ നിന്ന് പോകുന്നത്. എവ്ലിൻ ആ ബേസ്മെൻറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പക്ഷേ ഒരു പൊട്ടിയ പൈപ്പ് കാരണം ആ ബേസ്മെൻറ്റ് ഫുൾ വെള്ളം നിറയുമ്പോൾ അവൾ എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് തൻ്റെ കൂടെ അവിടെ ഒരു ക്രീച്ചർ ഉണ്ടായിരുന്നുവെന്ന് എവ്ലിൻ തിരിച്ചറിയുന്നത്. റീഗൻ മാർക്കസിനൊപ്പം ധാന്യം ശേഖരിക്കുന്ന ഒരു ടവറിന് മുകളിൽ അഭയം തേടുന്നു. അവർ എവിടെയാണെന്ന് അച്ഛനെ അറിയിക്കാൻ വേണ്ടി അവർ തീ കത്തിക്കുന്നു. പക്ഷെ തീ കത്തിക്കുന്ന ഫ്യൂവൽ പെട്ടെന്ന് തീർന്നു പോവുകയും ലീ കാണുന്നതിന് മുമ്പ് തന്നെ ആ തീ അണയുകയും ചെയ്യുന്നു. ആ ടവറിൻ്റെ വാതിൽ പെട്ടെന്ന് ഇളകി വീഴുകയും മാർക്കസ് അതിനകത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ ഡോർ ഇളകി വീഴുന്ന ശബ്ദം കേട്ട് എവ്ലിൻ്റെ അടുത്തുണ്ടായിരുന്ന ക്രീച്ചർ മാർക്കസിനെയും റീഗനെയും നോക്കി അങ്ങോട്ട് യാത്രയായി. മാർക്കസിനെ രക്ഷിക്കാൻ റീഗനും താഴേക്കെടുത്ത് ചാടുകയും ആ ധാന്യത്തിൽ വീണ് അവൾ ശ്വാസം മുട്ടുകയും ചെയ്യുന്നു. ഈ സമയത്ത് മാർക്കസ് അവളെ രക്ഷിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ ക്രീച്ചറും അവിടെ എത്തുന്നു. പക്ഷേ റീഗൻ്റെ ചെവിയിലുണ്ടായിരുന്ന ഇംപ്ലാന്റിൽ നിന്നും ഈ ക്രീച്ചർ അടുത്തെത്തുമ്പോൾ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം ആ ജീവിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും വേദന കാരണം അത് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു.
ഈ ജീവി പോയതിനു ശേഷം കുട്ടികളായ മാർക്കസും റീഗനും വീണ്ടും തിരിച്ചു വന്ന് അച്ഛനായിട്ട് ഒന്നിക്കുകയാണ്. ആ പോയ ക്രീച്ചർ വീണ്ടും തിരിച്ചു വരികയാണ്. ഇവരെ ആക്രമിക്കാൻ വേണ്ടി തിരിച്ചു വന്നു. ഇത് മടങ്ങി വന്ന് ലീയെ ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം മാർക്കസും റീഗനും ഒരു പിക്കപ്പ് ട്രക്കിൽ ഒളിച്ചിരിക്കുകയാണ്. പിതാവ് പരിക്കേറ്റത് കണ്ട ശേഷം മാർക്കസ് ആവേശത്തോടെ അലറുന്നു. ഇത് ട്രക്കിലേക്ക് ക്രീച്ചറിനെ ആകർഷിക്കപ്പെടാൻ കാരണമാകുന്നു. തൻ്റെ മക്കളിൽ നിന്ന് ആ ജീവിയെ അകറ്റാൻ ലീ വീണ്ടും ഉറക്കെ ശബ്ദമുണ്ടാക്കുന്നു. അതിനു മുമ്പ് താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്നും റീഗന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നു. ലീയുടെ ശബ്ദം കേട്ട് ആ ജീവി അവനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. രക്ഷപ്പെടാനായി റീഗനും മാർക്കസും ട്രക്ക് ഒരു കുന്നിന് മുകളിലൂടെ ഉരുട്ടി ഫാം ഹൗസിലെത്തുന്നു. എവ്ലിനും കുഞ്ഞുമായി ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. 4 പേരും ചേർന്ന് വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. ആ ക്രീച്ചർ വീണ്ടും ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷേ റീഗൻ്റെ ഇംപ്ലാന്റ് ഉണ്ടാക്കുന്ന ശബ്ദം ആ ജീവിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അവൾ ആ ഇംപ്ലാന്റ് ഓണാക്കി അടുത്തുള്ള മൈക്രോഫോണിൽ വെച്ചിട്ട് സൗണ്ട് കൂട്ടുന്നു. വേദനയോടെ വഴിതെറ്റിയ ആ ജീവി അതിൻ്റെ ഷീൽഡ് തുറക്കുകയും തലയ്ക്കകത്തുള്ള മാംസം പുറത്ത് കാണുകയും ചെയ്യുന്നു. എവ്ലിൻ കയ്യിലുണ്ടായിരുന്ന ഒരു ഷോട്ട് ഗൺ എടുത്ത് ആ ഭാഗത്ത് വെടിവെക്കുകയും ആ ജീവി മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വെടിവെച്ച കേട്ട് പുറത്തുണ്ടായിരുന്ന ബാക്കി 2 ക്രീച്ചേഴ്സ് കൂടെ അവരുടെ അടുത്തേക്ക് വരുന്നത് CCTV ക്യാമറ വഴി ഇവർ കാണുകയും, പക്ഷേ ആ ജീവികളുടെ ബലഹീനത ഓൾറെഡി മനസ്സിലാക്കിയ ഇവർ തങ്ങളുടെ കയ്യിലുള്ള അറിവും തങ്ങളുടെ കയ്യിലുള്ള പരിമിതമായ ആയുധങ്ങളും കൊണ്ട് അവയെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെയാണ് സിനിമ അവസാനിക്കുന്നത്.